ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുണ്ടല്ലോ അടിപൊളി തരിക്കഞ്ഞിൻ്റെ റെസിപ്പി കേട്ടോ. അത് സിമ്പിളായിട്ട് ഇതിലും സിമ്പിളായിട്ട് ഇനി വേണമെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം. നോമ്പിൻ്റെ മസ്റ്റായിട്ടുള്ളൊരു ഭാഗമാണ് തരിക്കഞ്ഞി. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും കോഴിക്കോട്ടുകാർ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, ഇതുപോലെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പാൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ റവ ഉണ്ടല്ലോ, റവ വറുത്തിച്ച റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 കയ്യിൽ റവയാണ് നമ്മൾ ഇട്ടെടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റവ കട്ട പിടിക്കില്ല കേട്ടോ. എന്നിട്ടുണ്ടല്ലോ റവ ഒന്ന് കുക്കായി വരണം, അതായത് ഒന്ന് വെന്ത് വരുന്നവരെ നമ്മൾ കാത്തിക്കുക. ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുക്കിംഗ് ടൈം കുറച്ചുകൂടി കൂടും. അപ്പോൾ കുക്കിംഗ് ടൈം ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടി, അത് ഒന്നും കൂടി എന്താ പറയുക പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ മധുരം ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ ടൈമിൽ നല്ല വെന്ത് വന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മധുരം ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക തരിക്കഞ്ഞി വെന്ത് കഴിഞ്ഞാൽ നല്ലൊന്ന് കുറുകി വരും. അപ്പോൾ ഓവർ കുറുകുന്നുണ്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ലേശം ചുടുവെള്ളം ഒഴിച്ച് ചുടുവെള്ളമോ അല്ലെങ്കിൽ പാൽപ്പൊടി ചുടുവെള്ളത്തിൽ കലക്കിയിട്ടോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതൊന്ന് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് വറവിടണം. ഈ വറവിടൽ പറഞ്ഞാൽ മസ്റ്റായിട്ടുള്ളൊരു ഭാഗമാണ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. നമ്മൾ ചട്ടിയിലേക്ക് നല്ല നെയ്യ് ഉണ്ടല്ലോ, നല്ല നെയ്യ് തന്നെ വേണം കേട്ടോ, മസ്റ്റാണ്. അത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുഞ്ഞുള്ളിയാണ് വേണ്ടത്. കുഞ്ഞുള്ളി നമ്മൾ അതിലേക്ക് കൊത്തി അരിഞ്ഞു കൊടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിലോണ്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നട്ട്സ് ചേർക്കണം. നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സുള്ള അത് ചേർത്ത് കൊടുത്താൽ മതി. ഇന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ അണ്ടിപ്പരിപ്പ് അതിനോട് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ മുന്തിരിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. മുന്തിരി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ചില മുന്തിരി പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, നേരെ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതില്ലെങ്കിൽ തരിക്കഞ്ഞി പിന്നെ ഇല്ലയെന്ന് പറയണം. കാരണം വെച്ചാൽ ഇത് മസ്റ്റായിട്ടുള്ളൊരു പാർട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. എന്നിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഒരുപാട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും അതുപോലെ തന്നെ വീഡിയോസിന് നല്ല ലൈക്കും കമൻസും ഒന്നും തരാണ്ടും കാണുന്നവരുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ കാണുന്ന സമയത്ത് ഇഷ്ടമായാലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എങ്കിലേ നമുക്ക് പുതിയ വീഡിയോസ് ഇടാനൊരു ഇതുണ്ടാവുള്ളൂ, ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ്. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ